കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. കൊള്ളാം, ബസുമതി ആന്റി പണി നടത്തി. ജയരാമൻ പറയണം, സത്യാമ്മയുടെ വീട്ടില് അങ്ങനെ പലരും വന്നും പോയെന്നൊക്കെ ഇരിക്കും. പറയണം ജയരാമ. ഇവളെ ഞാൻ എനിക്കാവും ഇതൊക്കെ പഠിപ്പിച്ചു. തെറ്റില്ലാത്തൊരു ജോലിയും കിട്ടി. അന്തസ്സുള്ള ഒരു ആലോചന ഒത്തു വന്നതാ. അപ്പൊ അതേ വയറും വീർപ്പിച്ചോണ്ടിരിക്കുന്നു. എന്റെ അയലോക്കത്തുള്ളവനാ ഈ എണ്ണം കെട്ടവൻ. ജോലിയും കൂലിയും ഒന്നുമില്ലാതെ നടക്കുക. സത്യാമ്മ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരണം. ബെസ്റ്റ് ബെസ്റ്റ്. ഇങ്ങോട്ട് നീങ്ങുന്നേ. ഇയാളുടെ പേരെന്താന്നാ പറഞ്ഞേ? ജയരാമൻ. ജയരാമേട്ടാ, ഈ പരാതി പരിഹരിക്കാൻ ഏറ്റവും ബെസ്റ്റ് ഈ നിൽക്കുന്ന സത്യാമ്മ തന്നെ. വയറ്റിലുണ്ടായെങ്കിലേ ജയരാമേട്ടന് ടെൻഷനൊന്നും വേണ്ട. കല്യാണം ഉറപ്പിച്ചു വെച്ച പയ്യന് തന്നെ അങ്ങ് കെട്ടിച്ചു കൊടുക്കുക. ഇപ്പൊ വയറ്റിൽ കുരുത്ത സാധനം ഉണ്ടല്ലോ, അതും ബുമ്മെന്ന് പൊട്ടിച്ചളയാൻ പറ്റുന്നൊരു റെസിപ്പി ഉണ്ട് സത്യാമ്മയുടെ കയ്യില്. അതൊരിനം സേമിയ പായസ. സഹദേവ. എന്താ സത്യാമ്മേ, സേമിയ പായസത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഒരു ഇളക്കം. എന്താ ഈ സത്യാമ്മയും സേമിയ പായസമായിട്ടുള്ളൊരു ബന്ധം? മറ്റു ജോലിയൊന്നുമില്ലാത്ത നാട്ടുകാർ പലതും പറയുന്നത് കേട്ടിട്ട് അതിന്റെ അരികും മൂലം ചെകഞ്ഞെടുത്തോണ്ട് ഈ പടി കേറിയ കാല് ഞാൻ വെട്ടും. പറഞ്ഞത് നാട്ടുകാരല്ല സത്യാമ്മേ, നിങ്ങളുടെ മകള് പ്രീതി. അതും ചുമ്മാ പറഞ്ഞല്ല. ഈ നാട്ടിൽ നീതി നിർവഹണം നടപ്പാക്കേണ്ട പോലീസ് ഓഫീസറോട് രേഖാമൂലം എഴുതി തന്ന പരാതി. അപ്പോ ഞാനത് നടത്തണ്ടായോ രാഘവൻ സാറേ? സഹദേവ, മുൻവൈരാഗ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർക്കാനുള്ള അവസരമല്ലിത്. ഭാമ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ നിങ്ങളുടെ മകള് കള്ളപ്പരാതി തന്നു ചുരുക്കം. രാഘവേട്ട, പരാതിക്കാരി പ്രീതിയാണെങ്കിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല. നിയമം അതിന്റെ വഴിക്ക് തന്നെ നീങ്ങട്ടെ. എനിക്കെന്റെ അഡ്വക്കേറ്റിനോടൊന്ന് സംസാരിക്കണം. അയ്യോ, പിന്നെ അതൊന്നും ഇനി നടക്കത്തില്ല സത്യാമ്മേ. യു ആർ അണ്ടർ അറസ്റ്റ്. അഡ്വക്കേറ്റും ജാമ്യമൊക്കെ പിന്നെ. ഇപ്പൊ നിങ്ങൾ എന്റെ കൂടെ വരണം. സഹദേവൻ പൊളിച്ചു. സഹദേവ, അഡ്വക്കേറ്റായിട്ട് ബന്ധപ്പെടുന്നതേ ഒരു പ്രതിക്ക് നമ്മുടെ രാജ്യം അനുവദിക്കുന്ന നിയമപരിരക്ഷയാ. ആ പരിരക്ഷ 8 മടക്കി അങ്ങ് വച്ചേക്കണം. ഇനി ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സഹദേവനാ. ഇപ്പൊ ഞാൻ പറഞ്ഞത് മര്യാദയുടെ ഭാഷയാ. ഇനി നിങ്ങൾ ബലം പിടിച്ച എനിക്കും ബലം പ്രയോഗിക്കേണ്ടി വരും. അല്ല, എവരുടെയൊക്കെ മുമ്പിൽ വെച്ചത് വേണോ? സുനിത, തൃക്കൈയിൽ ആ വളയം അണിയിച്ചേക്കണം.
സുനിതയ്ക്ക് മടിയാണെങ്കിൽ ആ കർമ്മം ഞാൻ തന്നെ അങ്ങ് നിർവഹിച്ചേക്കാം. കൈ നീട്ട് സത്യാമേ. ഭാമേ, ഈ നിമിഷം ഞാൻ മറക്കില്ല സഹദേവ. അത് കള സത്യാമേ. നിങ്ങൾ ഇനി ഓർമ്മിക്കാൻ ഒരുപാട് നിമിഷങ്ങൾ ബാക്കിയെടുക്കുന്നു. കൊണ്ടുപോയവരെ. സഹദേവ, സ്ട്രോക്ക് വന്ന് ട്രീറ്റ്മെന്റിലിരിക്കുന്ന ഒരു പേഷ്യന്റാ ഭാമ. ഓ, വിവരം അറിയിച്ചതിന് നന്ദി. ഇനിയുള്ള ട്രീറ്റ്മെന്റ് സഹദേവന്റെ വകയാ. പ്രതിയെ കൊണ്ടുവരാനല്ലേ പറഞ്ഞത്? ഭാമേ, രാഘവേട്ട, മരുന്നും ഭക്ഷണമൊക്കെ കൃത്യമായിട്ട് കഴിച്ചോണം. സത്യഭാമ പോയതുപോലെ ഇങ്ങ് മടങ്ങി വരും. ഭാമേ, പിള്ളച്ചേട്ടാ, നോക്കിക്കോണേ. ശരി സത്യാമ്മ. സുസ്മിതേ. ആന്റി. പിടിച്ച് കേട്ടോ അവരെ. പിടിച്ച് കയറ്റി വരെ. സത്യഭാമേ, ഈ വീടിന്റെ അടിവാരം ഞാൻ തോണ്ടും. അതിനുവേണ്ടി സഹദേവൻ വീണ്ടും അവതരിച്ചിരിക്കുന്നത്. രാഘവൻ സാറേ, പിള്ളേച്ച, ഇതോടെ രാഘവൻ നായർ തീർന്നു. ആദ്യം എന്റെ മോൻ വിഷ്ണു, ദേ ഇപ്പൊ ഭാമ. എടോ, ഒരിടത്തും ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു ഒരു പാചകമായി പോലുള്ളോ ഞാൻ. സാർ,
എടോ ആ AC ഓഫ് ചെയ്തേക്ക്. സർ. സർ ചൂടല്ലേ സർ? എന്നാര് പറഞ്ഞ്? ഓ എനിക്കാണെങ്കിൽ തണുത്തിട്ടും വയ്യ. കൊലപാതകളെയും കള്ളന്മാരെയൊന്നും തണുപ്പിച്ച് കിടത്താനുള്ളതല്ലടോ സർക്കാരിന്റെ കാശ്. കൊട്ടാരത്തിലെ പട്ടുമെത്തയിലിരുന്ന് പലിശ പിരിവ് നടത്തുന്നവര് പാവപ്പെട്ടവന്റെ കഷ്ടപ്പാടുകൂടി ഒന്ന് അറിയട്ടോ. താനാ ഗ്ലാസ് ആത്തിട്ടാ മതി. സർ. ആ നിങ്ങളോട് കൂടിയാ പറഞ്ഞത്. ആ 2 ഗ്ലാസ് താത്തിട്ടെ. ആ അങ്ങനെ. സർ. വണ്ടിയില് പാട്ടൊന്നുമില്ലേ? ഉണ്ട് സർ. ആ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാം സർ. എന്നാ പഴയത് ഏതെങ്കിലും മതി. സർ. ഈ ആത്മവിദ്യാലയമേ അല്ലെങ്കിൽ ചില്ലുമേടയിലിരുന്നെന്നെ കല്ലെറിയല്ലേ, അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഇട്. അതാ സിറ്റുവേഷന് മാച്ച് ആവുന്നത്. ഇടറോ പാട്ട്. മന്ത്രിക്കൊച്ചമ്മ വരുന്നുണ്ടേ, കൈകൊട്ടിപ്പാടാം വരവേറ്റിടാം, ആചാര കഥന മുഴക്കിടാം, കല്യാണം കൂടാൻ കഴിയാത്തവരെ, കഥയറിയാത്തവരെ, ആഭ്യന്തര മന്ത്രിണിയാണേ ആഡംബരം ഒത്തിരി വേണേ, ആഭ്യന്തര മന്ത്രിണിയാണേ. അവിടെ വന്നിരിക്കമ്മേ. ഒരു മനസ്സമാധാനം കിട്ടുന്നില്ലടി. പരാതി നമ്മൾ കൊടുത്തല്ലോ, ബാക്കി പോലീസ് നോക്കിക്കോളൂ അമ്മേ. അതുകൊണ്ടായില്ല, ആ കാഴ്ച എനിക്ക് നേരിട്ട് കാണണം. സത്യഭാമയെ കൈവിലങ്ങണിയിച്ച് പോലീസ് കൂട്ടിക്കൊണ്ടുവരുന്ന കാഴ്ച. അമ്മ വന്നേ, തൽക്കാലം നമുക്ക് അവിടെ ഇരിക്കാം. വാ. സത്യാമ്മയെ കൊണ്ടുവന്നെന്ന് തോന്നുന്നു. പിടിച്ചിറക്കവരെ. നോക്കണം സത്യാമ്മേ, ഇന്നലെ വരെ നിങ്ങൾ ഭരിച്ചിരുന്ന പോലീസ് സ്റ്റേഷൻ ആജ്ഞാനുവർത്തികളായ പോലീസുകാര് ഇവർക്ക് മുന്നിൽ കൊലപാതകയുടെ പരിവേഷത്തില് കൈവലം കെട്ടിങ്ങനെ നിൽക്കുമ്പോ ലജ്ജ തോന്നുന്നില്ല നിങ്ങൾക്ക്? പരിവേഷം ഒരിക്കലും വേഷമാവില്ല സഹദേവ. ഒരു നിരപരാധിയെ കൊലപാതകയാക്കുന്നതിൽ നിനക്ക് ലജ്ജയല്ല, പശ്ചാത്തപിക്കേണ്ടി വരും.
ജീവിതാവസാനം വരെ. ഈ നിമിഷത്തെക്കുറിച്ച് എന്റെ മകൻ വിഷ്ണു അറിയുന്നത് വരെ മാത്രമേ നിന്റെ മുഖത്ത് ഈ പുച്ഛവും പരിഹാസവും നീണ്ടു നിൽക്കൂ സഹദേവ. അവന്റെ കരുണയ്ക്ക് വേണ്ടി കാൽക്കൽ വീണ് മാപ്പിരക്കേണ്ടി വരും നിനക്ക്. ശരി, നമുക്ക് നോക്കാം. ഇപ്പോ തൽക്കാലം നടക്ക്. വരെ കൊണ്ടുവാ. ജബ്ബാറെ, മോൾക്ക് ഫുൾ A+ അല്ലേ? അതെ സത്യമേ. ഹരികൃഷ്ണ, മോളുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഡിസ്ചാർജ് ആയോ? ആയി സത്യമേ. മോന്റെ അഡ്മിഷന്റെ കാര്യമൊക്കെ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാനില്ലെങ്കിലും വിഷ്ണുവിനെ കണ്ടാ മതി. ശരി, നടക്കണം സത്യമേ. ഒടുവിൽ കീഴടങ്ങേണ്ടി വന്നു. കീഴടങ്ങാൻ സത്യഭാമ ഇതുവരെ പോരിന് ഇറങ്ങിയിട്ടില്ല വസുമതി. അംഗം കുറിച്ചതും ചതിവാളിലൂടെ ആളെ വീഴ്ത്തിയതും നീ. ഈ സത്യഭാമ ആയുധം എടുക്കാൻ പോകുന്നതേയുള്ളൂ. അപ്പോഴേ നീ ശരിക്കുള്ള യുദ്ധം എന്താണെന്ന് അറിയൂ. അമ്മയെ കണ്ട് പഠിക്കണ്ട നീ. ആയുസത്തിയാവില്ല നിന്റെ മരണം.